കൊച്ചിയിൽ ആംബുലൻസിന്റെ വഴിമുടക്കി സ്കൂട്ടർ യാത്രക്കാരി. ആലുവയിൽ നിന്ന് ഗുരുതരാവസ്ഥയിലായ രോഗിയെ എറണാകുളത്തേക്ക് കൊണ്ടുപോയ ആംബുലൻസിനെയാണ് സ്കൂട്ടർ യാത്രക്കാരി കടത്തിവിടാതിരുന്നത്. ശ്യാംകുമാർ വിശദാംശങ്ങളുമായി. ശ്യാംകുമാർ, ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം അവർ മധ്യഭാഗത്തു കൂടി തന്നെ സഞ്ചരിക്കുകയാണ്. ഇത് മനഃപൂർവ്വമാണ് എന്ന് കരുതാമോ, അതോ അവർക്ക് അറിയില്ലാത്തതാണോ? എന്താണ് പ്രശ്നം? നമ്മളിൽ ഒട്ടുമിക്ക ആൾക്കാരും ഈ ഒരു വീഡിയോ നമ്മുടെ 24 ന്യൂസ് ചാനലിൽ കണ്ടിട്ടുണ്ട് അല്ലേ? ഇന്നലെ വൈകുന്നേരം ഏകദേശം ഒരു 6 മണി ആ ഒരു ടൈമിലാണ് നമ്മുടെ ആലുവ ഹോസ്പിറ്റലിൽ നിന്ന് കലൂർ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് കൈപ്പത്തിയറ്റ് ഒരാളെ എമർജൻസി ആയിട്ട് സർജറിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയത്. ആ ഒരു ടൈമിലാണ് ഈ ഒരു പെൺകുട്ടി, കൊച്ചു കുട്ടിയൊക്കെ വരെ അറിയാം ആംബുലൻസ് വന്നാൽ വഴി മാറി കൊടുക്കണമെന്ന്. അപ്പോൾ ഈ ഒരു പെൺകുട്ടി ഇത്രയും ഒരു സിറ്റുവേഷനിൽ ഇത്രയും ഒരു ട്രാഫിക്കുള്ള ഏരിയയിൽ ഒരു ആംബുലൻസ് പോവുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടി കാരണം മാത്രമാണ് അവിടെ ഒരു തടസ്സം വന്നത്, അത്രയും ലേറ്റ് ആവാനും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഇതിനൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അധിക പ്രസംഗം എന്നല്ലാതെ അതിൽ കൂടുതലൊന്നും ഇതിൽ നമുക്ക് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ? കാരണം കുറ്റിയും പറിച്ച് കുറേ ആൺപിള്ളേർ സ്പീഡിൽ ബൈക്കും എടുത്ത് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ പല പ്രാവശ്യം കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ എനിക്ക് തോന്നുന്നു ലേഡീസിൻ്റെ ഭാഗം മീൻസ് പെണ്ണുങ്ങളുടെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതെന്ന്. ഈ ഒരു സംഭവം നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ആ പെൺകുട്ടിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എന്തായാലും ഒരു 20 കൂടുതൽ വയസ്സ് പ്രായമുള്ള 25 വയസ്സിലോളം പ്രായം ഉള്ളൊരു പെൺകുട്ടിയായിരിക്കും ഇത്. ഇതുവരെയായിട്ട് ആരാണ് ആ പെൺകുട്ടി, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, വഴിമാറി കൊടുക്കാൻ എന്തുകൊണ്ടാണ് ഒരു ആംബുലൻസ് വന്നിട്ട്, അതിനുള്ള തക്കതായിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ എല്ലാവരും ആ ഒരു എന്തിനാണ് ഈ ഒരു ട്രാഫിക്കും കാര്യങ്ങളും റൂൾ ബ്രേക്ക് ചെയ്തതെന്നുള്ളത് എല്ലാം നമ്മൾ അറിയാനായിട്ട് എല്ലാവരും ഭയങ്കര ഈഗർനെസ് ആയിട്ട് വെയിറ്റിംഗ് ആണെന്നറിയാം. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം അല്ലേ? ഈ ഒരു വീഡിയോ ഇന്നലെ എന്ന് പറഞ്ഞാൽ 15 മാർച്ച് ഒരു വൈകുന്നേരം ഒരു 6 മണിക്കായപ്പോഴാണ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 24 ന്യൂസ് ചാനലിൽ. ആംബുലൻസ് ഡ്രൈവറിൻ്റെ കൂടെ മീൻസ് പേഷ്യൻറ്റിൻ്റെ കൂടെ നിന്ന് ബൈസ്റ്റാൻഡറാണ് ഈ ഒരു വീഡിയോ എടുത്ത്. കാരണം ആംബുലൻസ് ഡ്രൈവറിന് കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് പ്രൂഫായിട്ട് എന്തെങ്കിലും വേണം, അല്ലാതെ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചുകൊണ്ട് ഒരു പ്രൂഫ് ആവുന്നില്ല. അപ്പോൾ അത് കാരണം തന്നെ ഒരു പ്രൂഫായിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാൻ ബൈസ്റ്റാൻഡറാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഡ്രൈവർ കംപ്ലയിൻറ്റ് കൊടുത്തു. കാരണം ഇങ്ങനെ ഒരു എമർജൻസി കേസിൽ എങ്ങാനും ആ പുള്ളിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ അത് അവസാനം അത് ഡ്രൈവറിൻ്റെ മണ്ടയ്ക്കിരിക്കും അല്ലേ? അപ്പം എന്തിനാണ് ഈ പെൺകുട്ടി ഇത് ചെയ്തത്? ട്രാഫിക് റൂൾസ് അറിയാൻ വയ്യാച്ചാണോ, അല്ലെങ്കിൽ ആംബുലൻസ് പോയാൽ ആംബുലൻസിന് വഴി കൊടുക്കണമെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ടാണോ? എന്താണ് റീസൺ കാര്യങ്ങളൊന്നും ഇതുവരെയും പിന്നെ നമുക്കൊന്നും അറിയാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ആരാണ് ആ പെൺകുട്ടി എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല. അപ്പം ഇനിയും മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്കിതിൽ ഈ ഒരു കാരണം ഇനി ആരും ഇങ്ങനെ ഒരു സംഭവം കാണിക്കരുത് ഒരിക്കലും. കാരണം ഒരു എമർജൻസി ചിലപ്പം ഒരു അറ്റാക്ക് വന്ന ഒരാളാണ് ആ ഒരു ഇതിൽ വെച്ചാണെങ്കിൽ ആ ആളുടെ ജീവൻ പോകാൻ ഉള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളും കാര്യങ്ങളും കാണിക്കുമ്പോൾ. അപ്പോൾ എന്തായതാണെന്നുള്ളത് മനസ്സിലാക്കാതെ എന്താണ് അവർ വിചാരിച്ചിട്ട് അവർ വഴി കൊടുക്കാതിരുന്നത്? ആംബുലൻസ് വെറുതെ പോകാമെന്നുള്ളൊരു ധാരണയിലാണോ? എന്താണ് കാര്യം എന്നുള്ളത് നമുക്ക് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ ആരാണ് ആ പെൺകുട്ടി, അല്ലെങ്കിൽ എന്ത് നടപടിയാണ് ആ പെൺകുട്ടിയുടെ പേരിൽ എടുത്തേക്കുന്നതെന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പം എല്ലാവർക്കും വെയിറ്റ് ചെയ്തിരിക്കാം എന്തായിരിക്കും, അല്ലെങ്കിൽ ആരാണ് ആ പെൺകുട്ടി എന്നെല്ലാം അറിയാനായിട്ട്. അപ്പോൾ ഓക്കെ, വീഡിയോ ഇത്രയേ ഉള്ളൂ, എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാൻ. നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളെല്ലാം കമൻറ്റിൽ പറയാം. ഓക്കെ.